ഭാരതപ്പുഴയിലെ കൊലപാതകം 6 പേർ പിടിയിലായി. നിലമ്പൂർ വഴിക്കടവ് കുന്നുമ്മൽ അലവി മകൻ 39 വയസ്സുള്ള സൈനുൽ ആബിദാണ് കൊല്ലപ്പെട്ടത്. കൊല ചെയ്തത് 6 പേർ ചേർന്ന്. സംഭവം നടന്നതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 6 പേരും നിരവധി കൊലപാതക, ലഹരിക്കടത്തുൾപ്പെടെയുള്ള കേസുകളിലെയും മരണപ്പെട്ട സൈനുൽ ആബിദ് 20ഓളം മോഷണ കേസുകളിലെയും പ്രതിയാണ്. ഇവർ ജയിലിൽ വെച്ചാണ് പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും. കൊല്ലപ്പെട്ട സൈനുൽ ആബിദ് പ്രതികളിലൊരാളായ റജീബിൽ നിന്നും വിലപിടിപ്പുള്ള ലോക്കറ്റ് കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും സൈനുൽ ആബിദിനെ അന്വേഷിച്ച് നടന്ന പ്രതികൾ ചെറുതുരുത്തി ചുങ്കത് സെന്ററിൽ വെച്ച് സൈനുൽ ആബിദിനെ കാണുകയും ബൈക്കിൽ കയറ്റി പുഴയുടെ തീരത്തെത്തിക്കുകയും മറ്റുള്ള പ്രതികളെ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും മർദ്ദനം മണിക്കൂറുകളോളം തുടരുകയും പിന്നീട് വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മരണകാരണം വാരിയെല്ല് പൊട്ടി ശ്വാസകോശത്തിൽ തുളച്ചു കയറിയതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി പാളയം കോട്ടുകാരൻ വീട്ടിൽ 33 വയസ്സുള്ള ഷജീർ, ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി പാളയം കോട്ടുകാരൻ വീട്ടിൽ 30 വയസ്സുള്ള റജീബ്, ചെറുതുരുത്തി പുതുശ്ശേരി ചോമയിൽ വീട്ടിൽ 38 വയസ്സുള്ള സുബൈർ, ചെറുതുരുത്തി നെടുമ്പുര കല്ലായിക്കുന്നത്ത് 26 വയസ്സുള്ള അഷറഫ്, ചെറുതുരുത്തി പള്ളിത്താഴത്ത് 29 വയസ്സുള്ള അബ്ദുൾ ഷഹീർ, ചെറുതുരുത്തി പുതുശ്ശേരി അന്ത്യംകുളം വീട്ടിൽ 27 വയസ്സുള്ള മുഹമ്മദ് ഷാഫി എന്നീ 6 പേരെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുതുരുത്തി CI അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ SI AR നിഖിൽ, SI സുഭാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KJ ജയകുമാർ, സിവിൽ പോലീസ് ഓഫീസർ ജയകൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി. ഫോൺ 8129005144.